ഹലോ, നമസ്കാരം. മൈ പ്രഷ്യസ് ട്യൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 1986 റിലീസ് ചെയ്ത പൊന്നുംകുടത്തിന് പൊട്ട് എന്നുള്ള സിനിമയിലെ പാട്ടാണ് പരിചയപ്പെടുന്നത്. ഈ സിനിമയുടെ സംവിധാനം TS സുരേഷ് ബാബുവാണ്. ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ശ്യാം സാറാണ്. പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി സാറ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. ശ്യാം സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശരിക്കും സാമുവൽ ജോസഫ് എന്നാണ്. പക്ഷേ മലയാള സിനിമയിൽ സംഗീതം ശ്യാം എന്ന പേരിൽ ശരിക്കും 80s മുതൽ 80 കാലഘട്ടം മുതൽ 90 കാലഘട്ടം വരെയുള്ള മലയാള സിനിമാ സംഗീതത്തിൽ ശരിക്കും ശ്യാം സാറിൻ്റെ പാട്ടുകളുടെ ലിസ്റ്റില്ലാതെ നമുക്ക് അത് ആ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പറയാൻ പറ്റില്ല. അത്രത്തോളം ഹിറ്റുകൾ ശ്യാം സാറ് അത്രത്തോളം ഹിറ്റുകൾ ശരിക്കും മലയാള സിനിമയിൽ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ശരിക്കും സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത് ശരിക്കും RK ശേഖർ സാറാണ്. അദ്ദേഹത്തിനെ ആദ്യമായിട്ടൊരു വയലിനിസ്റ്റ് എന്നുള്ള ലെവലിൽ ശരിക്കും MB ശ്രീനിവാസൻ സാറിന് ഒരു നാടകത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് വയലിൻ വായിക്കുന്നത്. അതിനുശേഷം പഴനി സാറാണ് അദ്ദേഹത്തിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. പഴനി സാർ എന്ന് പറയുമ്പോൾ SP വെങ്കടേഷ് സാറിൻ്റെ ഫാദറാണ് പഴനി സാറാണ് ശ്യാം സാറിനെ സിനിമയിലേക്ക് ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹം ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് വേണ്ടിയും ദേവരായ മാഷിന് വേണ്ടിയൊക്കെ അവരൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത് 1974 മാന്യശ്രീ വിശ്വാമിത്രൻ എന്നുള്ള മൂവിക്ക് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്. ശരിക്കും ശ്യാം സാറാണ് ശരിക്കും ട്യൂൺ ചെയ്തതിന് ശേഷം പാട്ടുകൾ എഴുതുക എന്ന് പറയുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നല്ല, അദ്ദേഹമാണ് അത് കുറേ കൂടെ പോപ്പുലർ ആക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയിൽ തന്നെ ശരിക്കും അദ്ദേഹം ട്യൂൺ ചെയ്തിട്ടാണ് ട്യൂൺ ചെയ്തതിന് ശേഷമാണ് പാട്ടുകൾ എഴുതിയത്. ഭാസ്കരൻ മാഷാണ് അതിന് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, ശ്യാം സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടു, ശരിക്കും P. ഭാസ്കരൻ സാറ് എഴുതിയിട്ട് ട്യൂൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നതന്നെ. പക്ഷേ ശ്യാം സാർ ട്യൂൺ ചെയ്തിട്ട് എഴുതാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് എതിർപ്പൊന്നും പറയാതെ അദ്ദേഹം കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ പാട്ടുകൾക്കെല്ലാം ലിറിക്സ് എഴുതി എന്നാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. പിന്നെ ശരിക്കും ശ്യാം സാറിൻ്റെ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഈണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രത്തോളം സിമ്പിളായിട്ട് ഉള്ള ഈണമാകുമ്പോൾ നമുക്ക് സാധാരണ ഒരു മനുഷ്യനും അതൊന്ന് മൂളിപ്പാടാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് പാടി നോക്കാനായിട്ടോ പറ്റുന്ന തരത്തിലുള്ള ഈണം ചെയ്യുമ്പോൾ അത് ശരിക്കും കുറേ കൂടെ പോപ്പുലർ ആകും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെ സിമ്പിളാണെന്നുള്ളതല്ല. ഇപ്പോൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ട് തന്നെ ശരിക്കും ഞാൻ അത്യാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ പറയാനുള്ളത് ശരിക്കും ചിത്രചേച്ചിയുടെ ചിത്രചേച്ചിയുടെ ഹിറ്റ് പാട്ടുകൾ എടുക്കുമ്പം നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ശ്യാമമേഘമേ എന്നുള്ള പാട്ട്, അധിപനിലെ. അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ശ്യാം സാറാണ്. ഇതേ കൂട്ടുകാരാണ്, ചുനക്കര രാമൻകുട്ടി സാറാണ് അത് പാട്ടുകൾ എഴുതിയിരിക്കുന്നതും. ഇതേ കൂട്ടുകെട്ടിലുണ്ടായൊരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഗാനം, അവിടെ നടന്ന ഗാനമേളയ്ക്കാണോ അതോ വേറെ ഏതോ ഒരു ഗാനമേളയ്ക്ക് ഇതുപോലെ ശ്യാമമേഘമേ എന്നുള്ള ഈ പാട്ട് ഗാനമേളയ്ക്കൊരു ഒരാൾ പാടിയിട്ട് അത് ശരിക്കും അതിൻ്റെ സ്വരം പാടി തെറ്റി ആകെ കുളമായത് ഒരു ഗാനമേള ഞാൻ ഓർക്കുന്നുണ്ട്. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് അതിനകത്ത് ആ സ്വരങ്ങൾ പാടുന്നത്. ചിത്രചേച്ചി അതിഗംഭീരമായിട്ട് പാടിയിരിക്കുന്ന പാട്ടാണത്. പിന്നെ ഈ സിനിമയിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്ന ചുനക്കര രാമൻകുട്ടി സാറാണ്. ശരിക്കും ചുനക്കര രാമൻകുട്ടി സാറും ശരിക്കും ഈ 80s മുതൽ 90s വരെ ഒരുപാട് ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള, അതിപ്പോൾ ശ്യാം സാറിൻ്റെ കൂടെ ആയാലും ഒരുപാട് കോമ്പിനേഷനിൽ അദ്ദേഹം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരിക്കും ആദ്യമായിട്ട് അദ്ദേഹം എഴുതുന്നത് 1978 ആദ്യമായിട്ട് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നത്. അത് ശരിക്കും എം കെ അർജുനൻ മാസ്റ്ററാണ് ആദ്യമായിട്ട് ആ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്.
രാമൻകുട്ടി സാറ് ശരിക്കും ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഡ്രാമയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടാണ്. അദ്ദേഹം ഡ്രാമയും എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ യേശുദാസ് സാർ ഈ പാട്ട് പാടിയിരിക്കുന്നത് എല്ലാ പാട്ടുകളും അത്ഭുതം. യേശുദാസ് സാർ പാടുന്ന എല്ലാ പാട്ടുകളും അത്ഭുതം എന്ന് പറയുന്ന പോലെ ഇത് ഭയങ്കര രസമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഞാൻ ശരിക്കും ഈ പാട്ട് പഠിക്കാനായിട്ട് ഇപ്പം AI വെച്ചിട്ട് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്തെടുക്കാം. അതായത് വോയിസും നമുക്ക് ഇൻസ്ട്രുമെൻസുമായിട്ട് വ്യത്യാസപ്പെടുത്തി കരോക്കെ ചെയ്യുന്ന പോലെ അത് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് AI സൈറ്റുകളുണ്ട് അതിന്. അപ്പം ഞാനങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് യേശുദാസ് സാർ പാടിയത് മാത്രം ഇട്ട് കേട്ട് നോക്കും. അപ്പോൾ അത് ഇട്ട് പാടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും അങ്ങനെ കേൾക്കുമ്പോൾ യേശുദാസ് സാർ ആ മ്യൂസിക്കെല്ലാം അതിനകത്തുനിന്ന് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമൊക്കെ മാറി അത് കേൾക്കുമ്പം എത്രത്തോളം ഡീറ്റെയിലിങ്ങിലാണ് അത് പാടുന്നതെന്നറിയാമോ. അദ്ദേഹം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ ഒരു പാട്ടിനോടുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അദ്ദേഹം ആ പാടുന്ന ആ ഒരു ശൈലിയോടുള്ള, അല്ലെങ്കിൽ ആ പെർഫെക്ഷനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി വരും അദ്ദേഹം ആ പാടുന്നത്. എത്രത്തോളം ചെറിയ ഡീറ്റെയിലിങ് നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റും. ആ ഒരു യേശുദാസ് സാറിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളും ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഭാഗ്യം എന്നല്ലാതെ വേറെ ഒരു വാക്ക് അതിന് പറയാനില്ല. അത്രത്തോളം ഒരു അത്ഭുതമാണ് യേശുദാസ് സാർ. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ പാട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹേമന്തമാ ഈ വേദിയിൽ കരിമിഴിയിൽ കവിതയുമായി മലർച്ചൂടിവാ. ഹേമന്തമായി ഈ വേദിയിൽ കരിമിഴിയിൽ കവിതയുമായി മലർച്ചൂടിവാ. ഹേമന്തമായി ഈ വേദിയിൽ മംഗളാനന്ദ ഗാനങ്ങൾ സുന്ദരാനന്ദരാവിൽ പോയി പാടിയാടുവാൻ കൂടുപൂകുവാൻ തേടുന്നു സ്വപ്നവും മൂകമായി മാറിൽ മൂളും മോഹങ്ങളിലും ദാഹമായി നൂറു മൃദുരാഗങ്ങളിലും ഉണരുകയായി പടരുകയായി പമദപഗരി സനിസ പമദപഗരി സനിസ മമ സഖി വരുമോ ഹേമന്തമായി ഈ വേദിയിൽ കരിമിഴിയിൽ കവിതയുമായി മലർച്ചൂടിവാ. ഹേമന്തമായി ഈ വേദിയിൽ. പാട്ടെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പാടിയതിനകത്ത് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ചാനൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മളെ മറന്നുപോയ പഴയ പാട്ടുകളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ അതൊരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പാട്ടുകളെ മാത്രമല്ല, സിനിമകളെയും പഴയ സിനിമകളെയും കൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പാടുന്നു എന്നുള്ളത്, ഞാൻ ആ പാടി അവതരിപ്പിക്കുന്നു എന്നുള്ളത് ശരിക്കും 100% എൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അത് ചെയ്യുന്നതാണ്. അത് 100% നിങ്ങൾക്കത് ഞാൻ പാടുന്നത് അത്രത്തോളം ഭംഗിയാകുന്നില്ല എന്ന് എനിക്കും അറിയാം. അപ്പോൾ അത് ഇഷ്ടമാകുന്നില്ലെങ്കിൽ 100% നിങ്ങൾക്ക് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് കാണാം. മിക്കവാറും നമ്മുടെ ഫുൾ വീഡിയോയുടെ ഒരു സെൻട്രൽ പോർഷനിലായിരിക്കും അത് മിക്കവാറും ഞാൻ പാടുന്ന പോർഷൻ വരുന്നത്. 100% നിങ്ങൾ സ്കിപ്പ് ചെയ്ത്, നിങ്ങൾക്കത് ഇഷ്ടമാകുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക. ഈ ചാനലിൻ്റെ ഉദ്ദേശം ശരിക്കും പഴയ പാട്ടുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, ശ്യാം സാറിൻ്റെ റീമ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ പറയാൻ വിട്ടുപോയി. അദ്ദേഹം ഭംഗിയായിട്ട് റീമ്യൂസിക് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ ശരിക്കും CBI ഡയറക്കുറിപ്പാണ്. അതിലെ സേതുരാമയ്യരുടെ ആ ടൈറ്റിൽ മ്യൂസിക് ശ്യാം സാറാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതെന്താണ്, ആ ഒരു മ്യൂസിക് ശരിക്കും മലയാള സിനിമയിൽ ഏറ്റവും ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റാന്വേഷണ കഥയിലെ ഏറ്റവും അതിന് പകരം വെക്കാൻ വേറൊരു മ്യൂസിക് തന്നെ ഇല്ല മലയാള സിനിമയിൽ. മലയാള സിനിമാ സംഗീതത്തിൽ അതിൻ്റെ ഒരു പാശ്ചാത്യ സംഗീതത്തിൽ അതിന് പകരം വെക്കാനൊരു മ്യൂസിക് ഇല്ല. അത്രത്തോളം പോപ്പുലറായൊരു മ്യൂസിക്കാണത്.
പിന്നെ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ സംവിധാനം TS സുരേഷ് ബാബുവാണ്. അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ്. ഇപ്പോൾ എടുത്തു പറയാനായിട്ട് നമുക്ക് കോട്ടയം കുഞ്ഞച്ചൻ അല്ലെങ്കിൽ കിഴക്കൻ പത്രോസ്, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റുകളായിട്ടുള്ള മൂവി. ഈ സിനിമ ശരിക്കും ഇതിൻ്റെ കഥ ജഗദീഷാണ് എഴുതിയിരിക്കുന്നത്. ഇതിലെ സ്ക്രീൻ പ്ലേ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസൻ സാറാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ജഗതി ഇപ്പം ശങ്കറാണ് ശരിക്കും ഇതിലെ നായക കഥാപാത്രമാകുന്നത്. പക്ഷേ ഞാൻ ജഗതി സാറിൻ്റെ പേര് ആദ്യം പറയുന്നത് അത്രത്തോളം ഗംഭീര പെർഫോമൻസാണ് ഇതിനകത്ത്. ഏറ്റവും ഫുൾ ടൈം നിറഞ്ഞാടുന്ന ഒരു കഥാപാത്രമാണ് അതിനകത്ത്. പിന്നെ നെടുമുടി വേണു, മേനക, തിക്കുറിശി സാറുണ്ട് ഈ സിനിമയിൽ. നല്ല കഥാപാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം മിക്കവാറുമുള്ള എല്ലാ ഫ്രെയിമുകളിലും അദ്ദേഹം ഉണ്ടാകും. അദ്ദേഹം എവിടെ പോയിരുന്നാലും ഇങ്ങനെ നിര കളിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം എത്ര വലിയ ഒരു പ്രശ്നമുള്ള സിറ്റുവേഷൻ ആ സിനിമയിൽ നടക്കുമ്പോഴും അദ്ദേഹം എവിടെയെങ്കിലും ഇരുന്ന് ഫുൾ ടൈം ഒറ്റയ്ക്കിരുന്ന് നിര കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതൊരു ഒരു വെറൈറ്റിയാണ് ആ ഒരു കഥാപാത്രം. നല്ല രസമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ ഇന്നസെൻ്റ് ഉണ്ട്, മാള, പപ്പു, മുകേഷ്, ജഗദീഷ്, മണിയമ്പിള്ള രാജു, രോഹിണി, VD രാജപ്പൻ, പൂജപ്പുര രവി, പൂജപ്പുര രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് വേണ്ടി ശരിക്കും ഒരു സൗണ്ട് കൊടുത്തിരിക്കുന്നത് മാമുക്കോയാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും മാമുക്കോയ സാറിൻ്റെ സൗണ്ട്, പക്ഷേ അതിൻ്റെ ടൈറ്റിലൊന്നും അങ്ങനെ എഴുതി കണ്ടില്ല. ഡബ് ചെയ്തിരിക്കുന്നത് മാമുക്കോയ എന്നുള്ളത് എഴുതി കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പൂജപ്പുര രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരു മുസ്ലിം ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി സൗണ്ട് കൊടുത്തിരിക്കുന്നത് മാമുക്കോയുടെ സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലളിതശ്രീ ഉണ്ട്, പറവൂർ ഭരതൻ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുള്ളൊരു നല്ലൊരു കോമഡി മൂവിയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ത്രെഡാണ്. ഒരു കൊട്ടാരത്തിലൊരു ഒരു ആത്മഹത്യ നടന്നതിൻ്റെ പേരിൽ അതിൽ ഒരു അന്ധവിശ്വാസത്തോടു കൂടി അത് ഒരാളുടെ തലയിൽ ആ കൊട്ടാരത്തിനെന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ ഒരാളുടെ തലയിൽ കെട്ടിവെക്കുകയും പിന്നീട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്പോയിലറാണ്. അതിലൊരു നിധിയുണ്ടെന്ന് അറിയുമ്പം ആ ഒരു കൊട്ടാരം പിന്നെയും ആ ഒരു സമയം ആ ഒരു പണം വരുന്നു എന്ന് കാണുമ്പോൾ ഈ അന്ധവിശ്വാസത്തിനെ മാറ്റി നിർത്തി പിന്നെയും ആ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു ജഗതിയുടെ കഥാപാത്രമാണത്. അങ്ങനെ തിരിച്ചു വരേണ്ടി വരുന്നത് ആ പണം എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ത്രെഡാണ്, ഒരു ത്രെഡ്. അത് ശരിക്കും വളരെ ഭംഗിയായിട്ട് ആ സിനിമ ഒരിക്കലും മടുപ്പിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോമഡികളുണ്ട്. ഒരു ലവ് സ്റ്റോറി എന്നൊക്കെ പറയാനാണെങ്കിലും അത് ഇപ്പം ഈ പാട്ടിൽ ജസ്റ്റ് ഒന്ന് അവരുടെ ആ ഒരു ബന്ധം കാണിച്ചു പോകുന്നു എന്നല്ലാതെ. പിന്നെ ഈ പാട്ടൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു സ്റ്റൈലുണ്ടല്ലോ. ഒരുപാട് ഇപ്പം എനിക്കൊന്ന് മേനക അങ്ങനത്തെ ഒരുപാട് പാട്ടുകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരുപാട് കട്ടിങ് കാണും, ഇങ്ങനെ റൗണ്ടായിട്ട് സ്ക്രീനിൻ്റെ പല ഭാഗങ്ങളിൽ പ്രണയിക്കുന്നവരുടെ അവരുടെ രണ്ടുപേരുടെയും വിഷ്വൽസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരുപാട് ലൈറ്റുകളൊക്കെ ഇട്ട് അതിങ്ങനെ കിടന്ന് കറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു 5-6 മേനക ഒരുമിച്ച് സ്ക്രീനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയും അത് അന്നത്തെ ഒരു കാലഘട്ടത്തെ ഭയങ്കര ഒരു ക്യാമറ ട്രിക്ക് പോലെ ചെയ്യുന്ന മിക്കവാറും പാട്ടുകളിൽ അത് ആ ഒരു സമയത്ത് ഒരുപാട് പാട്ടുകളിലുണ്ട് അങ്ങനെ. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ലവ് സ്റ്റോറി അതിന് ഒത്തിരി ഒരു സ്പേസ് കൊടുക്കാതെ ശരിക്കും ഒരു നിധി തപ്പി പോകുന്ന അല്ലെങ്കിൽ നിധിക്ക് വേണ്ടിയുള്ളൊരു സെർച്ച് ആണ് ഈ ഒരു കഥയുടെ ഒരു മെയിൻ ഭാഗം വരുന്നത്. ഈ പറഞ്ഞ പോലെ ജഗതി സാർ ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് അതിഗംഭീരമാണ്. കാരണം ലാസ്റ്റ് ഒരു സീനൊക്കെ ഉണ്ട്, അത് അദ്ദേഹം ആ നിധി കിട്ടാനായിട്ട് ഒരു മണ്ണിലിരുന്ന് ഇങ്ങനെ ഒരു കുഴിയിരുന്ന് മാന്തുന്ന നമുക്ക് ആ ഒരു വെപ്രാളമൊക്കെ അദ്ദേഹം കാണിക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയാം. അതിനുശേഷം ഇപ്പം ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളെല്ലാം എൻഡ് ചെയ്യുന്നത് മിക്കവാറും ഒരു ഓട്ടം കാണും, എല്ലാവരും കൂടെ കൂട്ടത്തിലൊരു ഓട്ടം അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു അടിപിടി, അങ്ങനെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മിക്കവാറും സിനിമകളിൽ ആ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തുമൊക്കെ ജഗതി സാർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു നിധി നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ ഇടയിലോട്ടൊക്കെ പോകുന്ന ആ ഒരു വിഭ്രാന്തിയോ അല്ലെങ്കിൽ ആ ഒരു ടെൻഷനും ആ ഒരു സങ്കടവും എല്ലാം അത് അതിഗംഭീരമായിട്ടാണ് ജഗതി സാർ ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളും ആ മൂവി അത് കണ്ടു നോക്കുക. അത് ഹോട്ട്സ്റ്റാറിലും ഉണ്ട്. പിന്നെ ഞാൻ ഹോട്ട്സ്റ്റാറിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ യൂട്യൂബിലെ ലിങ്കും ഇട്ടേക്കാം. സിനിമയും കണ്ടു നോക്കുക. ഈ പാട്ടിൻ്റെ ഒറിജിനൽ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയൊരു പുതിയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.